പാലക്കാട് 35 ദിവസത്തെ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അതായത് തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. പാലക്കാട് കാറ്റ് എങ്ങോട്ട് വീശും? ഇപ്പോൾ എല്ലാവരും അതാണ് ഉറ്റുനോക്കുന്നത്. പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശും? പാലക്കാട് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ വളരെ ഗംഭീരമായ ട്വിസ്റ്റുകളുടെ ഒരു വേലിയേറ്റമാണ് നടന്നത്. എല്ലാ മുന്നണിയിലും 3 മുന്നണിയിലും ട്വിസ്റ്റുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ആ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒരു മനോഹരമായ ട്വിസ്റ്റുകളാണ്. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലുള്ള വളരെ കൃത്യമായ ട്വിസ്റ്റുകളാണ് പലയിടത്തും രാഷ്ട്രീയത്തിൽ നടന്നത്. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നടന്നത്. അതാണ് സിനിമയിലെ തിരക്കഥയുടെ ഒരു പ്രത്യേകത. അതുപോലെ തിരക്കഥ ഉണ്ടാക്കി ചെയ്യുന്നത് പോലുള്ള ട്വിസ്റ്റുകളാണ് നടന്നത്. തുടക്കത്തിൽ 3 മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രശ്നം തന്നെയായിരുന്നു. അത് BJPയിലും LDFിലും കോൺഗ്രസിലും സ്ഥാനാർത്ഥി നിർണയം പ്രശ്നമായിരുന്നു. LDFിൽ അവിടെ ഒരു വനിതാ നേതാവിനെ, അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പ്രസിഡൻ്റോ ഒക്കെ ആയിരുന്ന ഒരു വനിതാ നേതാവിനെ നിശ്ചയിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് CPM. LDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞിട്ട് തലേ ദിവസം രാത്രി വരെയും കോൺഗ്രസിനോടൊപ്പം നിന്ന, കോൺഗ്രസിൻ്റെ ശബ്ദമായി നിന്ന, സൈബർ ഇടങ്ങളിൽ ശബ്ദമായി നിന്ന സരിനെ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന, ഒരിക്കൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്ത ഒരു സരിനെ പുലർന്നപ്പോൾ ഈ വനിതാ നേതാവിനെ മാറ്റിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. അവിടെ ചുവന്ന ഷാൾ, ത്രിവർണ്ണ ഷാളെല്ലാം ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് ചുവന്ന ഷാൾ അണിയിച്ച് സരനെ കൊണ്ടുവന്നു. അത് CPMനകത്ത് ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് അവർ പ്രചരിപ്പിച്ചു. പക്ഷേ CPMൻ്റെ അണികൾക്ക് പൂർണ്ണമായിട്ടും അത് ദഹിച്ചിട്ടില്ല. അവരത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പലയിടത്തും സംഭവിച്ചു. അവിടെ അബ്ദുൾ ഷുക്കൂർ എന്ന് പറയുന്ന ആള്, എനിക്കിനി പാർട്ടി വേണ്ട, കുന്തവും വേണ്ട, ഞാൻ പോകുന്നു, ഇനി ചുവന്ന കൊടി പിടിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിറ്റേ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ കൃഷ്ണദാസ് തിരിച്ചു കൊണ്ടുവന്നു. കൃഷ്ണദാസിനോട് മാധ്യമപ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, നീയൊക്കെ വെറും പട്ടികളല്ലേ, നീ എല്ലാം ഈ ഇറച്ചിക്കടയിൽ നിൽക്കുന്ന പട്ടികളല്ലേ, നിന്നെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു, മേലാൽ എൻ്റെ മുമ്പ് ഈ മൈക്ക് നിന്ന കമ്പും കൊണ്ട് വരരുതെന്ന് കൃഷ്ണദാസ് എന്നുള്ള CPM നേതാവ്, ദേശീയ കമ്മിറ്റി അംഗമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയ കൃഷ്ണദാസ് പറഞ്ഞു. അതാണ് CPMനകത്ത്. അപ്പോൾ CPMനകത്ത് പിന്നും പല ആൾക്കാരും ഒരു സ്ഥലത്ത് പ്രത്യേക സമാന്തര യോഗം തന്നെ കൂടി. അങ്ങനെ CPMനകത്ത് വിഷയങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ കോൺഗ്രസിനകത്ത് സരിൻ ഉയർത്തിയ ബഹളം അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു മാങ്കൂട്ടത്തിനെ പുറത്തുനിന്നും ഇവിടെ കൊണ്ടുവരുന്നു. പുറത്ത് ഒരു സ്ഥാനാർത്ഥി, അതായത് പാലക്കാട്ടുകാരനല്ലാത്ത ഒരു മാങ്കൂട്ടത്തിനെ തിരിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നു. മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിനകത്ത് നിന്ന് ME ഗോവിന്ദൻ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു നേതാവ് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ME ഗോവിന്ദൻ നേരത്തെ പോയിട്ടുണ്ട്. ആ ME ഗോവിന്ദൻ്റെ ചരട് വലിയിലാണ് സരിൻ കോൺഗ്രസ് വിട്ട് ഇപ്പുറത്തോട്ട് വന്നത്. പിന്നെ പല കോൺഗ്രസ് നേതാക്കളും, അവിടുത്തെ പല പ്രദേശത്തെ പല കോൺഗ്രസ് നേതാക്കളും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും പ്രതിഷേധിച്ചുകൊണ്ടും കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് തർക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പലരും കോൺഗ്രസിൽ നിന്ന് LDFിലേക്ക് പോവുകയും LDFിൻ്റെ പ്രചാരകരായിട്ട് മാറുകയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിനകത്തും ആ വിഷയമുണ്ട്. ഏറ്റവും പ്രമുഖനായ നേതാവ് K മുരളീധരൻ പാലക്കാട്ടേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നു. K മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ DC നിർദ്ദേശം വെച്ചതെന്നും DCയുടെ അത്തരത്തിലുള്ള ഒരു കത്ത് KPCCക്ക് പോയ കത്ത് പുറത്തു വരികയും ചെയ്യുന്നു. അതിന് പിന്നാലെ മുരളീധരൻ പറയും, ഞാൻ പാലക്കാട്ടേക്കില്ല, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പുറത്തു വരുന്നു. അങ്ങനെ ഒരു ടെസ്റ്റ് കത്തായിട്ടും ഒരു ടെസ്റ്റായിട്ട്, ആ ഒരു കത്ത് ആണ് ആദ്യത്തെ ടെസ്റ്റായിട്ട് മാറുന്നത്. ഈ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന DCCയുടെ കത്ത് ഒരു ടെസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം അങ്ങനെ പോകുന്നു. BJPയിലാണെങ്കിൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുകയും ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലവുമാണ്, നിയമമണ്ഡലം പോലെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലവുമാണ് പാലക്കാട്. പാലക്കാട്ടുകാരനായ കൃഷ്ണകുമാറിനെ
മത്സരിപ്പിക്കണമെന്ന് നല്ലൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. അവിടെയും ഈ കോൺഗ്രസിൽ മുരളീധരൻ എന്നതുപോലെ BJPയിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരാൻ നല്ലൊരു ശ്രമം നടത്തി. ശോഭാ സുരേന്ദ്രൻ്റെ ബോർഡുകൾ പോലും പിന്നെ അവിടെ വച്ചു. ആ ബോർഡ് പിന്നെ കത്തിക്കുന്നു. അങ്ങനെ ട്വിസ്റ്റുകൾ നിരവധിയാണ്. പക്ഷേ ആ ശോഭാ സുരേന്ദ്രൻ്റെ ബോർഡുകൾ വയ്ക്കുകയും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവണമെന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ മുമ്പ് മത്സരിക്കുകയും പലതവണ മത്സരിക്കുകയും ചെയ്ത നാട്ടുകാരൻ കൂടിയ C. കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി BJP രംഗത്ത് വരുന്നു. അങ്ങനെ പിന്നെ അപ്പോഴേക്കും സന്ദീപ് വാര്യർക്ക് ഈ സീറ്റിൽ ഒരു മോഹമുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേര് വരുമ്പോൾ തന്നെ സന്ദീപ് വാര്യർ തൻ്റെ പേരും കൂടി വരണമെന്നുള്ള ആഗ്രഹത്തിൽ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ സന്ദീപ് വാര്യരെ പരിഗണിച്ചില്ല. പിന്നെ ഉണ്ടായത് കൃഷ്ണകുമാറിനാണ്. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സന്ദീപ് വാര്യരെ അവിടെ പ്രചരണത്തിന് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേര പോലും കൊടുത്തില്ല എന്ന് അയാൾ പറയുന്നു. അങ്ങനെ സന്ദീപ് വാര്യർ ഒരു വലിയൊരു പ്രശ്നമായി മാറുന്നു. പിന്നെ BJP വിടുമെന്നുള്ള വിഷയം വരുന്നു. അദ്ദേഹം CPMലേക്ക് തന്നെ പോകും, LDFിലേക്ക് പോകും, LDFിൻ്റെ സരന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നുള്ള ഇത് വരുന്നു. അങ്ങനെ BJPക്കകത്ത് തന്നെ തമ്മിൽ പോരും വളരെ രൂക്ഷമാകുന്നു. ഓപ്പണായിട്ട് തന്നെ പിന്നെ കൃഷ്ണകുമാറും സുരേന്ദ്രനും ഈ സന്ദീപ് വാര്യരെ തള്ളിപ്പറയുന്നു. അങ്ങനെ നിരവധി ടെസ്റ്റ് നടക്കുമ്പോഴാണ് അവസാന നിമിഷം ഈ ക്ലൈമാക്സിൽ സന്ദീപ് വാര്യരെ ഷാളണിയിച്ച് കോൺഗ്രസ്സുകാരെല്ലാം കൂടി സ്വന്തം ആളാക്കി മാറ്റിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ പിന്നെ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഈ കാലുമാറ്റവും കൂറുമാറ്റവും അങ്ങോട്ട് ചാട്ടവും ഇങ്ങോട്ട് ചാട്ടവും മാത്രം രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുകയും നാട്ടിലെ ജനങ്ങളുടെ ഇപ്പോൾ അവസാനം പിന്നെ മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗവും നടത്തിയിട്ടുണ്ട്. അതും ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ പാലക്കാട് ജനങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളുടെ ഈ വിലക്കയറ്റം, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ക്ഷേമനിധികൾ നൽകാത്ത അവസ്ഥ, വൈദ്യുതിയുടെ ചാർജ് കൂട്ടുന്നത്, വെള്ളക്കരം കൂട്ടിയത്, ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. മാധ്യമങ്ങളും അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് മാത്രം പോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടെ പ്രചരണം എന്ന് നമ്മൾ കാണുന്നത്. ആ പാലക്കാട്ട് ഇപ്പോൾ അവസാനം സന്ദീപ് വാര്യർ എത്തിയത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നു. കോൺഗ്രസ് പറയുമ്പോൾ അത് ഞങ്ങൾക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് BJP പറയുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ല, അത് ഞങ്ങൾക്കായിരിക്കുമെന്ന് CPM പറയുന്നു. എന്തായാലും നമുക്കിരിക്കാം. പാലക്കാടൻ കാറ്റ് ഈ രഥോത്സവമൊക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തമായിട്ട് ഒരു തണുത്ത കാറ്റ് വരുന്ന കാലഘട്ടമാണ്. ആ കാറ്റ് പിന്നെ 23-ാം തീയതി ആവുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്.